അസ്സലാമലൈക്കും. പിന്നെ ജൂൺ 24-ന് എനിക്ക് ബാലൻസ് തെറ്റിക്കായിരുന്നു. അങ്ങനെ കൊണ്ട് ഞാൻ എന്താക്കി ഹോസ്പിറ്റലിൽ കാണിച്ചു തരാം MRI സ്കാനിങ് എടുക്കണമെന്ന്. അങ്ങനെ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് വന്നത് ബ്രെയിൻ ട്യൂമറാണ്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിക്കാൻ പറ്റും. പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോയി. ആടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു 13 ദിവസം നടക്കുന്നത്. ആടെ കൊടുന്നൊരു മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി മുക്കത്ത് MRI തന്നെ MBR തന്നെ ഹോസ്പിറ്റലിൽ പോയി. MBR ഹോസ്പിറ്റലിൽ പോയിട്ട് ആടെ നിന്ന് തന്നെ മറ്റേ കീമോ ചെയ്യണമെന്ന് തന്നെ പേടിയായിട്ട് കീമോ എന്തായില്ല, ഞാൻ ചെയ്തില്ല. അങ്ങനെ നാസർ തന്നെ ഒരാളെന്നെ എന്താക്കി ഇവിടെ കൊണ്ടുപോയി. ഇവിടെ പാണ്ടിക്കാട് തങ്ങളെത്തി കൊണ്ടുപോയി അവിടെ കാണിച്ച് മരുന്നെല്ലാം തന്ന് എന്താക്കി മരുന്നുണ്ട് നല്ല മാറ്റമുണ്ട്. പാണ്ടിക്കാട് തങ്ങളെത്തി പോയി തങ്ങളെ മരുന്ന് തന്നപ്പോൾ എന്താക്കി മരുന്ന് നല്ല മാറ്റമുണ്ട്. ഇതാണ് മരുന്ന്. മരുന്ന് കുടിച്ചപ്പോൾ എന്താക്കി നല്ല മാറ്റമുണ്ട്. പിന്നെ ഷാമ്പു ഉണ്ട്, പിന്നെ ഗുളികയുണ്ട്, സോപ്പുണ്ട്, പിന്നെ ബാൻഡേജ് ഉണ്ട് കാലിന് കിട്ടുന്നത്. അതെല്ലാം കെട്ടി എന്താക്കി ഇപ്പം നല്ല മാറ്റമുണ്ട്. എനിക്ക് നടക്കുവാനാവില്ല. ഇപ്പം നടക്കുവാനും എന്തായി ബുദ്ധിമുട്ടില്ലാണ്ട് നടക്കുകയൊന്നും ചെയ്യുന്നുണ്ട്. ഒരു 2 ആൾ കൈ പിടിക്കേണ്ടി വരും എണ്ണ. കൈയൊന്നും ഇപ്പം എന്താക്കണ്ട, പിടിക്കണ്ട. അങ്ങനെയുള്ള പിന്നെ നല്ല മാറ്റമുണ്ട്. മരുന്ന് കുടിച്ചാൽ പാണ്ടിക്കാട് തങ്ങളെത്തി പോയി കാണിച്ച്. പിന്നെ മജ്‌ലിസ് നൂറിലൊന്ന് പങ്കെടുക്കുക. അത് മരുന്ന് കുടിച്ചത് എന്താക്കി മജ്‌ലിസ് നൂറിലൊന്നും ഞാൻ പങ്കെടുക്കലുണ്ട്. നല്ല പങ്കെടുത്ത് തങ്ങളെ മജ്‌ലിസ് നൂറിലുള്ള അത് മരുന്ന് കുടിച്ചിട്ട് എന്തെങ്കിലും നല്ല മാറ്റമുണ്ട്. അങ്ങനെയാണുള്ളത്. നമ്മളനുജനാണ്. നിരവൽപ്പുഴ എന്നറിയും. നിരവൽപ്പുഴ എന്ന് പറയുമ്പോൾ വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ മാനന്തവാടി താമരശ്ശേരി വരുമ്പോൾ മാനന്തവാടിയിൽ നിന്ന് 24 കിലോമീറ്റർ ഒപ്പം നിരവൽപ്പുഴ. അല്ലാതെ കുറ്റ്യാടി പേരാമ്പ്ര വഴി വരുന്നതാണെങ്കിൽ നിരവൽപ്പുഴ. അപ്പോൾ ഇവനിക്കിങ്ങനെ ഈ ബ്രെയിൻ ട്യൂമർ എന്ന അസുഖം വന്നിട്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10-14 ദിവസം കടന്നു. 10-14 ദിവസം കടന്നേരം ഡോക്ടർമാർക്ക് ഒരു ഐഡിയ ഇല്ല. കീമോ ചെയ്യണമെന്ന് കീമോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി മുക്കത്ത് NVR കൊണ്ടുപോയി. NVR ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. അപ്പോൾ ചെയ്യേണ്ട എന്നെ പുരയിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നാണ്. അപ്പോൾ അയാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗുളികയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച പെരിന്തൽമണ്ണതാണ്. അപ്പോൾ എൻ്റെ വൈഫായിട്ട് അവിടെ ബന്ധപ്പെട്ടിട്ട് ഒരാൾക്ക് ഇങ്ങനെ മാറിയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഫസ്റ്റിൽ ഓളെ പോയി കണ്ട് ഓള് പറഞ്ഞ് ഇങ്ങനെ മാറിയതാണ്. അപ്പോൾ നമ്മൾ ഇവനെ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഈ ബാലൻസ് തെറ്റിയിട്ട് നടക്കുമ്പോൾ ഭസ്മായിരുന്നു. പിന്നെ സംസാരിക്കുന്നത് ഒരു കൊഞ്ഞായിരുന്നു. പിന്നെ ഒരു കൈലേശം ബുദ്ധിമുട്ടുകൾ പോലെയായിരുന്നു ഉള്ളത്. അങ്ങനെ ആയിട്ട് പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാനാവില്ല. അങ്ങനെ ഇപ്പം ഭക്ഷണം എല്ലാം കഴിക്കാം. ആദ്യം ഭക്ഷണം മെഡിക്കൽ കോളേജിലുള്ള ടൈമിലും വെള്ളം കുടിക്കും. ഇപ്പോൾ തരികളോ ഒരു പ്രശ്നമില്ല. ഇപ്പം ഭക്ഷണം ആദ്യം കഴിക്കാനാവില്ല. ഇപ്പം ഭക്ഷണം നന്നായിട്ട് കഴിക്കാനാവും. ഒരു പ്രശ്നമില്ല. മരുന്ന് കഴിച്ചതിന് ശേഷം ഭക്ഷണവും എല്ലാം നല്ലോണം കഴിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. പിന്നെ കൈമേൽ അതിട്ട് കൈ എന്തായാലും പൊന്തുന്നില്ല. കൈക്കൊരു വിലക്കുറവ് വരും. അതെല്ലാം ഇപ്പോൾ റെഡിയാക്കി കൈക്കുള്ള അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഈ നമ്മുടെ പാണ്ടിക്കാട് തന്നെ തങ്ങളെടുത്ത് പോയിട്ടാണ് മരുന്ന് ഇതാക്കി മേടിച്ചത്. മജിലിസിലിരുന്നിട്ട് മരുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കട്ടെ എന്നാ തങ്ങൾ പറഞ്ഞു. അതിൽ വെച്ചിട്ട് ഒരു ഔദ്യോഗികന്മാരെല്ലാം വിളിച്ചിട്ടല്ലേ ഈ മരുന്ന് തരുന്നത്. ഓരെല്ലാം ഇതോട്ടാണ് ഇത് മാറ്റി തന്നത്. മരുന്ന് കുടിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഞങ്ങൾ അവിടെ എന്താക്കി ഒരു 3 മണി നമ്മൾക്ക് അവിടെ എത്തി. തങ്ങളെത്തിയാരോ ഇവരെന്താക്കി ക്ഷീണിതനായിരുന്നു. അപ്പോൾ തങ്ങൾ പറഞ്ഞ് കുറച്ച് നേരം കിടന്നോടി മജ്‌ലിസിൽ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഞാൻ എൻ്റെ ഔലിയപ്പാപ്പാനെല്ലാം വിളിച്ചിട്ട് മരുന്നുകളെല്ലാം തരാമെന്നാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് മേടിച്ചതാണ്. ഇത് തല തേക്കുന്ന ഷാമ്പു അല്ലേ? ഇത് തല തേക്കുന്ന എണ്ണയാണ്. ഇതാണ് റഡാറ്റ എന്ന് പറയുന്ന മരുന്നാണ് ഒന്ന് കുടിക്കുന്നത്. രണ്ടാമതായിട്ടാണ് ഓക്സിമറായി എന്ന് പറയുന്ന മരുന്നാണ്. പിന്നെ ഇത് സോപ്പാണ്. ഈ സോപ്പ് തേച്ചിട്ടാണ് കുളിക്കലുള്ളൂ. പിന്നെ ഇത് ഷാമ്പു ആണ്. ഈ ഷാമ്പു വെച്ചിട്ടാണ് ചെയ്യാറുള്ളൂ. പിന്നെ ഇത് ഒമേഗ 3 എന്ന് പറയുന്ന ഗുളിക കുടിക്കുന്നുണ്ട്. പിന്നെ ഇവനിക്ക് കിടക്കുന്ന ബെഡ് സ്വന്തമായിട്ട് ആ ബെഡിലാണ് ഇതുവരെ എന്താക്കലുള്ളൂ കിടക്കാറുള്ളൂ. പിന്നെ ഭക്ഷണത്തിന് പത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താകുന്നുണ്ട്, ഒരുപാട് വ്യത്യാസവും കാര്യങ്ങളാണ്. പിന്നെ ഇവർ മജ്‌ലിസ് മുടങ്ങാണ്ട് കഴിക്കുന്നുണ്ട്, മജ്‌ലിസ് മുടങ്ങാണ്ട് കാണുന്നുണ്ട്. മരുന്നും ഇതേപോലെ ഇതുവരെ നിർത്തിയിട്ടുമില്ല. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ തങ്ങളാണ് വിശ്വാസം. പിന്നെ തങ്ങളെ മരുന്നുമാണ്. അപ്പോൾ നമ്മൾ തങ്ങളെ നിന്നാണ് ഈ മരുന്ന് മേടിക്കാറുള്ളൂ. വേറെ മരുന്നൊന്നും മേടിച്ചിപ്പോൾ കുടിച്ചിട്ടുമില്ല. അപ്പോൾ ഇപ്പോൾ ഒരുപാട് വ്യത്യാസവും കാര്യങ്ങളിലുണ്ട്. ഇനിയിപ്പോൾ തങ്ങൾ പറഞ്ഞ് 2 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാമെന്ന്.
എസ്തീറ്റ് ഒന്നും ഇല്ലാണ്ട് കിട്ടുകയാണ്. അപ്പോൾ ഈ മരുന്ന് ആവശ്യമുള്ള ആൾക്കാർ വണ്ടൂരിൽ നിന്നും കാക്കാത്തോട് പാലം എന്ന് പറയുന്ന സ്ഥലത്തെത്തി തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടമായി. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നമ്മൾ തങ്ങളുടെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് 1/2 കിലോമീറ്റർ അപ്പുറം ബാബു എന്ന് പറയുന്ന ഒരാൾക്ക് ക്യാൻസറാണ്. ക്യാൻസർ വന്നിട്ട് നമ്മളിത് വന്നിരുന്നു. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ആംബുലൻസ് എടുത്തിട്ട് മൂപ്പറെ കൊണ്ടുപോയി കാണിച്ചിരുന്നു. അതും ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചാൽ എന്നോട് പറഞ്ഞിട്ട് ഈ മരുന്ന് കുടിച്ചിട്ട് കുറച്ച് വേദന കുറവുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ കാലുമേലൊട്ടിക്കുന്നൊരു ബാൻഡേജ് ഉണ്ട്, ആ ബാൻഡേജ് കൊടുത്തു വിടുന്നു. അതേപോലെ ഈ ബാൻഡേജ് ഈ ബായ്ക്കും ഉണ്ടായിരുന്നു, ആ ബാൻഡേജ് കഴിഞ്ഞു പോയി. അത് തങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ എന്താക്കും, അത് വരിഞ്ഞ് കെട്ടുക. വെള്ള ബാൻഡേജാണ് അത്. നിങ്ങൾ രാവിലെ ആകുമ്പോൾ കഴിച്ചു നോക്കുമ്പോൾ വെറും കറുപ്പായിരിക്കും, അണുക്കള ലൈനിൽ പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അണുക്കൾ അതേപോലെ തന്നെ പിടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മരുന്നായിട്ട് വേറെ ആരുമായിട്ട് ബന്ധപ്പെടുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിൽ തങ്ങളെ വിളിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നിറവിൽപ്പായ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ തങ്ങൾ പറഞ്ഞ ക്ലാസ് വെച്ചിരുന്നു. ഒരുപാട് ആൾക്കാരും അവരുടെ കൂട്ടത്തിലുള്ള ഡോക്ടർമാരും കാര്യങ്ങളെല്ലാം വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരുണ്ടെങ്കിലും തങ്ങളായിട്ട് ബന്ധപ്പെടുക. വണ്ടൂരിൽ നിന്ന് കാക്കാത്തോട് പാലത്തിൻ്റെ അടുത്താണ് ഈ സ്ഥലം. അപ്പോൾ ആരും എന്താക്കണ്ട, തങ്ങളെ ബന്ധപ്പെടാൻ മടിക്കണ്ട. അതിനെക്കൂടി നമുക്ക് ഒരുപാട് വ്യത്യാസമില്ല വഴി. ഒരുപാട് വ്യത്യാസമുണ്ട്. മരുന്ന് കുടിച്ചതിന് ശേഷം ആദ്യം 2-3 ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും എന്താക്കില്ല, ഒരു മരുന്ന് ഒന്നും കിട്ടിയിട്ടില്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് കുറേ മരുന്ന് കയറ്റിക്കുന്നല്ലാണ്ട് ഒക്കെ എന്താക്കില്ല, ഒരു കുണത്തിൽ എത്തിക്കില്ല, ഒരു പ്രതികരണം കിട്ടിയിട്ടില്ല. മെഡിക്കൽ കോളേജിൽ മരുന്ന് കയറ്റിയിട്ട് അവിടുന്ന് ഭക്ഷണം വരെ കഴിക്കാനാണ്, ബാത്റൂം പോകും വരെ ഇടങ്ങാറാണ്. ഇപ്പം ബാത്റൂം പോകുന്ന ഒരു ഇടങ്ങാറില്ല, എല്ലാം കൊണ്ട് സുഖം തന്നെയാണ്. വിശ്വാസമുള്ളവർ അത് മരുന്ന് കുടിക്കുക, അതാണ് തങ്ങളെ പോയിട്ട് കണ്ട് മരുന്ന് കുടിക്കുക. നമ്മൾ കുടിക്കുന്ന നല്ല മരുന്ന് തന്നെയാണ്. എല്ലാവരും കാണുന്ന ആൾക്കാരാണ്, അത് കാണുകയും ചെയ്യും, പിന്നെ ഈ മരുന്നും കുടിക്കും. അതേപോലെയാണ് ഈ ബാബു എന്ന് പറയുന്ന ആളും തങ്ങളെത്ത് പോയാൽ മാറുന്നൊരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മളെത്തി തങ്ങളെത്ത് പോയിട്ട് ഇത്രയും പൈസ തന്നെ മരുന്ന് മേടിക്കുമ്പോൾ നമുക്ക് മാറും എന്നുള്ളൊരു വിശ്വാസമോ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഓരോരുത്തരും പറഞ്ഞു ഇത്ര പൈസ തന്നെ മരുന്നാണ്, നിങ്ങൾ മേടിക്കോ സ്ഥിരമായിട്ട് കുടിക്കുമെന്നല്ലോ. അപ്പോൾ ഈ മരുന്ന് കുടിച്ചാൽ നമുക്ക് ഒരുപാട് വിശ്വാസമാണ്, കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് വരെ നമ്മൾ ഈ മരുന്ന് മുടങ്ങാണ്ട് കുടിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് കുടിക്കാനുള്ള തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത്. മരുന്ന് കുടിക്കാനുള്ള തീരുമാനം തന്നെയാണ്. മാറും, വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും മാറും. മരുന്ന് കുടിക്കുക മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഭക്ഷണം കഴിക്കാനാവില്ല. ഇപ്പം ഭക്ഷണം മൊത്തം നല്ലോണം കഴിക്കാം. പിന്നെ നടക്കുക 2 ആൾ പിടിക്കേണ്ടി വരും കൈ ആരും പിടിക്കണ്ട. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എണീച്ചോളും. ബെഡിൽ നിന്ന് പിടിക്കണമെങ്കിൽ 2 ആൾ വേണം. എൻ്റെ മോനായിരുന്നു തന്നെ എന്താക്കല് കൈ പിടിക്കൽ. അതുകൊണ്ട് ഇപ്പോൾ ആരും എന്താക്കേണ്ട കൈ സഹായം എന്താക്കേണ്ട വേണ്ട, ഞാൻ തന്നെ എണീച്ച് പോയിക്കോളും ബാത്റൂമിലൊക്കെ. ഇല്ല ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പിടിക്കണം, 2 ആൾ കൈ പിടിക്കണം, എന്നാലും എനിക്ക് പോകാനാവും ടോയ്ലറ്റിലേക്ക്. അപ്പം അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താവുക, ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരു കാരണവശാലും മടിക്കാണ്ട് തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തങ്ങളെ മജ്‌ലിസിൽ തന്നെ ഇരുന്നിട്ട് മരുന്ന് വാങ്ങലാണ് നല്ലത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സുഹൃത്ത് അമുസ്ലിമാണ്, ബാബു എന്നാണ് പേര്. അപ്പോൾ അവർ വരെ ഇപ്പോൾ ഈ മജ്‌ലിസ് കേൾക്കുന്നതാണ്. ഓൻ്റെ വൈഫ്, കുട്ടികൾ എല്ലാവരും മജ്‌ലിസ് കേൾക്കുന്നതാണ്. എന്നിട്ട് ഈ മരുന്ന് കുടിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞിരുന്നു വേദനക്ക് മാറ്റങ്ങളുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് പറയണം. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തിരുന്നു സംഭവങ്ങളെല്ലാം. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ വേറെ ദസിവ എന്തോ പറയാൻ ഇവരുണ്ടായിരുന്നു കൂടുതൽ. മൂപ്പറ വൈഫ് പോകുന്നിരുന്നു. ഇതെൻ്റെ മോനാണ്, ഇതൊരു ഉമ്മയാണ്, ഇതോൻ്റെ മോനാണ്. അപ്പോൾ നമ്മളെല്ലാവരും പോയിരുന്നു. അപ്പോൾ ഇതും കഴിഞ്ഞ് 2ാമത്തെ പ്രാവശ്യം ഞാൻ പോയിട്ടാണ് മരുന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 3ാമത്തെ പ്രാവശ്യം മൂപ്പർ വന്നിട്ട് തന്ന്. ഈ മരുന്നുകൊണ്ട് മാത്രം മാറുകയല്ല, ഈ തങ്ങൾ പാപ്പാൻ്റെ ഇതും എല്ലാം ഉണ്ട്. ഓരോ ഔലിയാക്കന്മാരെ വിളിക്കലും എല്ലാ കറാമത്തും കൊണ്ടാണ് ഇത് മാറി കിട്ടിക്കുന്നത്. അങ്ങനെ ഒരു വസ്തുണ്ട്, എല്ലാവർക്കും വിശ്വാസമാണ്. മജ്‌ലിസിലിരിക്കും, തങ്ങൾ പാപ്പാൻ്റെ ദയയും കാര്യങ്ങളും എല്ലാം കൊണ്ടാണ്. അതിനെക്കൊണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരുണ്ടെങ്കിലും തങ്ങൾ പാപ്പയായിട്ട് ബന്ധപ്പെട്ടോളി. വണ്ടൂരിൽ നിന്ന് കാക്കാത്തോട് പാലത്തിനെത്താണ് ഒരു വീട്ടിലാണ് ചികിത്സ കാര്യങ്ങൾ എല്ലാം. ഓക്കെ, അസ്സലാമു അലൈക്കും.